ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപറുകളെ, മേരെ സാത്തിയോ. ടുഡേ ഐ എം ഗിവിംഗ് യു +2 क्लास लेसन्स नंबर मेरे को माफ़ कीजिए भाई और बहनों, इट्स फिर കേരള സിലബസ് के लिए. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഹോറിഗല്ലു എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഹോറിഗല്ലു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് about the author. It's very important. It will come as profile writing. അതായത് പ്രൊഫൈൽ റൈറ്റിംഗ് ആയിട്ട് വരാം. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ റൈറ്ററുടെ പേര് സുധാമൂർത്തി. അപ്പോൾ നോക്കാമല്ലോ. സുധാമൂർത്തി വാസ് ബോൺ ഇൻ 1950. 1950 അതിൽ ജനിച്ചിരുന്നത്. ഷീ ഈസ് ആൻ M.Tech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടീച്ചിങ് കമ്പ്യൂട്ടർ സയൻസ്. അല്ല, M.Tech കഴിഞ്ഞതാണ് കമ്പ്യൂട്ടർ സയൻസിൽ. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് അവർ പഠിപ്പിക്കും. Then she writes a lot both in English and Kannada. അപ്പോൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലും കന്നഡയിലുമായിട്ട്. ഹോറിഗല്ലു ഈസ് ടേക്കൺ ഫ്രം ദി ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ്, ഡിസ്കവറിങ് ദി സ്പിരിറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതൊന്ന് എഴുതിയിരിക്കുന്നതാണ്, ഈ പുസ്തകത്തിനാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് വരാൻ പോകുന്നത് ഓർഗനൈസ് എ ഫിലിം. ക്വസ്റ്റ്യൻ ഇതാണ്: ഓർഗനൈസ് എ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് വിമൺ. ഇൻക്ലൂഡ് ഫിലിംസ് വിത്ത് സ്ട്രോങ് വിമൺ ക്യാരക്ടേഴ്സ് ആൻഡ് ഫിലിംസ് ബൈ വിമൺ ഫിലിം മേക്കേഴ്സ്. അതിൽ വുമൺ ഫിലിം മേക്കേഴ്സ് ഒന്നും വരണമെന്നല്ലാട്ടെ, ഏതു ആവാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ദി സ്കൂൾ ആർട്സ് ക്ലബ് ഓർഗനൈസ്ഡ് എ ഫിലിം ഫെസ്റ്റിവൽ ഓൺ വുമൺ. അപ്പോൾ സ്കൂളിലെ ആർട്സ് ക്ലബ്ബ് സ്ത്രീകളെക്കുറിച്ച് അല്ലേ എന്താണ് ഒരു ഫിലിം ഫെസ്റ്റിവൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വി ചോസ് 3 ഫിലിംസ് വിത്ത് സ്ട്രോങ് വുമൺ ക്യാരക്ടേഴ്സ് ആൻഡ് ഫിലിം ബൈ വുമൺ ഡയറക്ടേഴ്സ്. അപ്പോൾ ഞങ്ങൾ 3 സിനിമകളാണ് അതിലേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡയറക്ടേഴ്സിനെ, അതുപോലെ തന്നെ വുമൺ സ്ത്രീകളായിട്ടുള്ള ആളുകളെ. ദി 3 ഫിലിംസ് വർ. അപ്പോൾ ഏതൊക്കെയാണ് ഫിലിം ചൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഡോട്ടേഴ്സ് ഓഫ് ദി ഡസ്റ്റ്, ഫസ്റ്റ് വൺ. ദെൻ ഡൗൺ ഇൻ ദി ഡെൽറ്റ, സെക്കൻഡ് വൺ. ആൻഡ് സിറ്റി ഓഫ് ഏഞ്ചൽസ്, മൂന്നാമത്തത് അല്ലേ. അപ്പോൾ നോക്കാം. ദി ഫെസ്റ്റിവൽ ലാസ്റ്റഡ് 3 days. 3 ദിവസം നീണ്ടു നിന്നു ദി ഫെസ്റ്റിവൽ. ദെൻ 15-17 January 2015, ഓർ അത് ഏത് വേണമെങ്കിലും കൊടുക്കാട്ടോ, ഡേറ്റോ വർഷമൊക്കെ നോക്കാം. ദി ഫെസ്റ്റിവൽ വാസ് കൺക്ലൂഡഡ് വിത്ത് എ സെറിമണി പ്രിസൈഡഡ് over by Revati, an actor and film maker from South India. അപ്പോൾ ഇത് ഓർഗനൈസ് ഒരു സെറിമണിയൊക്കെ അവിടെ അവർ കണ്ടക്ട് ചെയ്തു. അപ്പോൾ അതിനായിട്ട് അതിൽ സന്നിഹിതമായത് രേവതി എന്ന് പറയുന്ന ആക്ട്രസും അതോടൊപ്പം തന്നെ അവരാരുമായിരുന്നു, ഒരു ഫിലിം മേക്കറാണ്. മനസ്സിലായില്ലേ, സൗത്ത് ഇന്ത്യയിൽ. അപ്പോൾ നോക്കാം, ഞാൻ ഷോർട്ടായിട്ടാണ് പറയുന്നത്. ദി ഫസ്റ്റ് ഫിലിം ഷോൺ വാസ് ഡോട്ടേഴ്സ് ഓഫ് ഡസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ഫിലിം പ്രദർശിപ്പിച്ചത് ഡോട്ടേഴ്സ് ഓഫ് ഡസ്റ്റ് എന്നുള്ളതായിരുന്നു. റിലീസ്ഡ് ഇൻ 1991. 1991 റിലീസ് ചെയ്താണ്. ഇറ്റ് ഈസ് ദി സ്റ്റോറി ഓഫ് എ ഫാമിലി ലിവിങ് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ് അതിൽ പറയുന്ന കഥ. അതോടൊപ്പം വൂസ് ആൻഡ് സിസ്റ്റേഴ്സ് വർ ബ്രോട്ട് ആസ് സ്ലൈവ്സ് ഫ്രം നൈജീരിയ. അപ്പോൾ അവരുടെ മുൻ തലമുറക്കാരൊക്കെ സ്ലൈവ്സുകളായിരുന്നു. അവരെ കൊണ്ടുവന്നത് നൈജീരിയയിൽ നിന്നായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഷോർട്ടായിട്ട്. സെക്കൻഡ് ഫിലിം നോക്കാം. ദി സെക്കൻഡ് ഫിലിം ഷോൺ വാസ് ഡൗൺ ഇൻ ദി ഡെൽറ്റ, റിലീസ്ഡ് ഇൻ 1998. 1998 റിലീസായതാണ്. ഇൻ ദിസ് ഫിലിം ഫാമിലി matriarchs sent her 2 grandchildren and her drug addicted daughter to Loretta. അല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് 2 മക്കളെയും ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു മകനെയും ലൊറേറ്റ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിടുന്നു. ടു സ്മോൾ മിസിസിപ്പി ടൗൺ ടു സേവ് ദ ഫ്രം ദി ഡേഞ്ചേഴ്സ് ഓഫ് ബിഗ് സിറ്റി ഓഫ് ചിക്കാഗോ. അപ്പോൾ ചിക്കാഗോ എന്ന് പറയുന്ന വലിയ നഗരത്തിൻ്റെ അപകട സാധ്യതകളിൽ നിന്നും രക്ഷപ്പെടുത്തുവാനായിരുന്നു അവർ അവിടേക്ക് അയച്ചത്. ഇനി തേർഡ് ഫിലിം നോക്കാം. ദി തേർഡ് ഫിലിം ഷോൺ വാസ് സിറ്റി ഓഫ് ഏഞ്ചൽസ് ആയിരുന്നു തേർഡ് ഫിലിം. വാസ് റിലീസ്ഡ് ഇൻ 1998. അപ്പോൾ ദിസ് ഈസ് ദി സ്റ്റോറി ഓഫ് സെത്ത്, സെത്ത് എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ, മാലാഖയെ കുറിച്ചുള്ള ഒരു കഥയാണത്. ഹു വാണ്ടേഴ്സ് ദി ലോസ് ഏഞ്ചൽസ് ഏരിയ ഇൻവിസിബിൾ ടു ഹ്യൂമൻസ്. അപ്പോൾ ലോസ് ഏഞ്ചൽസ് ഏരിയയിൽ അവർ ചുറ്റിക്കറങ്ങി മനുഷ്യന്മാർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത് വളരെ നന്നായി നോക്കി. ഞാൻ കുറച്ച് സ്പീഡ് കൂടിപ്പോയി എന്ന് എനിക്ക് തന്നെ തോന്നുന്നു. കാരണം ഞാൻ കൂടുതലായിട്ട് വലുതായി പറയുന്നില്ല. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ദെൻ സീ യു.